പാലക്കാട് കാവശ്ശേരി കല്ലേപ്പുള്ളിയിൽ ബാറിൽ വെടിവെപ്പ്. ചിത്രപുരി ബാറിലാണ് വെടിവെപ്പ് ഉണ്ടായത്. വെടിവെപ്പിൽ മാനേജർ രഘുനന്ദന് വെടിയേറ്റു. ഇർഫാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഇർഫാൻ, എപ്പോഴാണ് സംഭവം, എന്താണ് ഉണ്ടായത്, എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വെടിവെപ്പ് അവിടെ നടന്നത്? ഇന്നലെ രാത്രി 11:30 ഇത്തരത്തിലൊരു വെടിവെപ്പ് കാവശ്ശേരിയിലെ ബാറിൽ നടന്നിട്ടുള്ളത്. കാവശ്ശേരി കല്ലേപ്പുള്ളിയിലെ ചിത്രപുരി ബാറിലാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് ഉണ്ടായത്. മാനേജർ രഘുവിന് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ് മാനേജർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതുകൂടാതെ 2 ബാർ ജീവനക്കാർക്കെതിരെയും അക്രമ സംഘം കുപ്പി എറിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അക്രമം നടത്തിയ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സർവീസ് മോശമാണ് എന്ന് ആരോപിച്ച് മദ്യപ സംഘമാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയത്. ഇവർ മലമ്പുഴയിൽ നിന്നുള്ള ആളുകളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കാരണം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന വിഷയം ഉൾപ്പെടെ പോലീസ് അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. സർവീസ് മോശമാണ്, ഭക്ഷണം മോശമാണ് എന്ന് ആരോപിച്ചാണ് ഈ അക്രമ സംഘം ആദ്യം ഭക്ഷണം കഴിച്ച് ബില്ല് അടച്ചതിന് ശേഷം തിരികെ എത്തി ബാറിന് നേരെ വെടിവെക്കുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർക്കും മാനേജർക്കും എതിരെയാണ് വെടിവെച്ചത്. മാനേജർക്കാണ് ഇപ്പോൾ പരിക്കേറ്റ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. ആരാണ് ഈ വെടിവെപ്പ് നടത്തിയത്, അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു കൂടുതൽ വിശദാംശങ്ങൾ, ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്, ഇവരുടെ പശ്ചാത്തലം? കാരണം വെടിവെപ്പ് എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവമായ ഒരു ആക്രമണമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് തോക്ക് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം ഉൾപ്പെടെ, ഇത് എയർഗണ്ണാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിസ്റ്റൾ ആണോ എന്ന നിലയിലുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. പ്രഥമദൃഷ്ട്യാ ഇവർക്ക് തോക്ക് എങ്ങനെ കിട്ടി എന്നുള്ള അന്വേഷണമാണ് പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. ഇവരുടെ പശ്ചാത്തലം ഇതുവരെയും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ പേരുവിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് മറ്റു വിവരങ്ങൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. കാരണം ഇവരിപ്പോൾ 5 പേരും കസ്റ്റഡിയിലാണുള്ളത്. ഈ പോലീസുകാർ അന്വേഷിക്കുന്നത് ഇവരുടെ തോക്ക് ഏത് ഘട്ടത്തിൽ, ഏത് നിലയിലാണ് ഇവർക്ക് തോക്ക്, ഏത് പശ്ചാത്തലത്തിലാണ് ഇവർക്ക് തോക്ക് കിട്ടിയത് എന്നാണ്. അതുകൂടി അന്വേഷിച്ച ശേഷം മാത്രമേ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തൂ. കാരണം അത്രയും ഗൗരവപരമായ ഒരു ആക്രമണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അത്രയും ഗൗരവപരമായ വകുപ്പുകൾ തന്നെ ഇതിന് ചുമത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ പൂർണ്ണ വിവരം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതി ഇവരെ ഹാജരാക്കൂ. ഏതായാലും വളരെ ഗുരുതരമായ ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ബാറിന് നേരെ പാലക്കാട് ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തുന്ന ഒരു പക്ഷേ ഈ സമീപ ഘട്ടത്തിൽ ആദ്യമായിരിക്കും. മുമ്പ് എറണാകുളത്തൊക്കെ ഒരു വർഷം മുമ്പ് എറണാകുളത്ത് കാന്താർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വെടിവെപ്പ് നടത്തിയിരുന്നു. സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും ഇവിടെയും നടന്നിട്ടുള്ളത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. കീർത്തി, ശരി, ഇർഫാനാണ് വിവരങ്ങൾ നൽകി.